പ്രചരണത്തിന് ആവശ്യമായ ഫണ്ട് ഞാൻ നിനക്ക് തരും. വോട്ട് വാങ്ങി ജയിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തം. ഡീലോക്കെയാണ്. അങ്കിള് പറയുന്ന എന്ത് ഞാൻ അനുസരിക്കും. പക്ഷെ പാർട്ടിയിലെ എൻ്റെ ഇമേജും സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസും വെച്ച് അടുത്ത ഇലക്ഷനിൽ അങ്കിളിന്റെ സഹായം ഇല്ലാതെ തന്നെ എനിക്ക് സീറ്റ് കിട്ടേണ്ടതാണ്. ഇത് തന്നെയാ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലും പാർലമെന്റ് ഇലക്ഷനിലും നീ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് സീറ്റ് കിട്ടിയില്ലെന്ന് മാത്രമല്ല, കിട്ടിയ കോർപ്പറേഷൻ സീറ്റിൽ ദയനീയമായി തോൽക്കുകയും ചെയ്തു. എന്റെ സഹായമില്ലാതെ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞാൻ എതിർക്കുന്നില്ല. അയ്യോ അങ്കിളെ, അങ്കിളിന്റെ സഹായം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു രാഷ്ട്രീയക്കാരനെന്ന നിലയിൽ കിട്ടുന്ന എല്ലാ സഹായവും ഞാൻ സ്വീകരിക്കും. കീർത്തി എന്റെ ഭാര്യയല്ലേ അങ്കിളെ, അവൾക്കും കുഞ്ഞിനും ഇവിടെ ഒരു കുറവും വരത്തില്ല. വരാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. കീർത്തിയുടെ വയറ്റിലുള്ളത് ആൺകുഞ്ഞാണെങ്കിൽ ഞാൻ അവന് അങ്കിളിന്റെ പേരിടും. ഓ, എന്റെ പേരൊക്കെ ഈ ജെൻസി ആൽഫ കാലത്ത് പഴഞ്ചന. അതുകൊണ്ട് നീ വേറെ പേര് നോക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ കീർത്തിക്കും കുഞ്ഞിനും എന്തെങ്കിലും ദോഷമുണ്ടായാൽ നിന്നെ ഞാൻ നിഗ്രഹിച്ചു കളയും. പാർട്ടിയിലെ ഇമേജും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും ഒക്കെ നിമിഷ നേരം കൊണ്ട് ഭസ്മമാക്കി ഊതി പറപ്പിക്കും. നിനക്ക് പോവാം. അങ്കിൾ, അങ്കിൾ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. MLA പദവിയേക്കാൾ എനിക്ക് വേണ്ടത് അങ്കിളിന്റെ സ്നേഹമാ. അങ്കിൾ, എടാ, നിന്റെ കൂടുതൽ നാടകമൊന്നും എന്റെ അടുത്ത് വേണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാ. ഇനിയെങ്കിലും ജീവിതത്തില് കുറച്ചെങ്കിലും സത്യസന്ധത പുലർത്താൻ ശ്രമിക്കേ. ഇല്ലെങ്കിൽ നിന്റെ രാഷ്ട്രീയ ഭാവി സോഷ്യൽ മീഡിയയിൽ തന്നെ അസ്തമിക്കും. ഈ തിരിച്ചടികളെല്ലാം ചേർന്ന് എന്നെ ഒരു പാഠം പഠിപ്പിച്ചു അങ്കിളെ. ഇനി ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചോളാം. ഒരു നല്ല നാളേക്ക് വേണ്ടി അങ്കിൾ എന്നെ അനുഗ്രഹിക്കണം. എഴുന്നേക്ക്, എഴുന്നേക്ക്. ആര്യൻ അങ്ങനെ, ചൈത്ര ഇങ്ങനെ. എന്തായാലും മക്കള് രണ്ടുപേരുവാ SP-യുടെ ഏറ്റവും വലിയ തലവേദന. അതെ, കാര്യങ്ങളുടെ പോക്ക് എനിക്ക് കൃത്യമായിട്ട് പിടികിട്ടി. ഈ രണ്ട് മക്കളുടെ ഇടയിൽ കൂടെ കയറി സ്വന്തം മകന് സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് ആ ഹിന്ദി ആന്റി കളിക്കുന്നത്, അല്ലേ? അതെ, ആര്യനും ചൈത്രയും പരസ്പരം കണ്ട തലതല്ലി കയറുന്ന വിധത്തിലാക്കിയത് ഈ ദിവ്യപ്രഭ ഒറ്റ ആളാ. ഈ കുളങ്കലയ്ക്ക് മീൻ പിടിക്കുന്ന പരിപാടിയില്ലേ, അത് തന്നെ. ആ നമുക്കിതൊക്കെ പറയാന്നല്ലാതെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഒരു മാസത്തേക്ക് എനിക്ക് ഇവിടെ ഫുൾ സ്വാതന്ത്ര്യം കിട്ടിയ ഈ രണ്ടുപേരെയും ഞാൻ എക്സ്ട്രാ ഡീസന്റ് ആക്കി 2 മുയൽ കുഞ്ഞുങ്ങളാക്കി തരാം. പിന്നെ വല്ല ക്യാരറ്റോ ബീട്രൂട്ടോ കൊടുത്ത് വളർത്തിയാ മതി. പക്ഷേ നിന്നെ ഇതിനകത്ത് കയറ്റുന്നതേ മുയലിനെ കുറുക്കനെ കാവൽ നിർത്തുന്ന പോലെ. കുറുക്കനാങ്കിളാന്ന് മനസ്സിലായി. ഞാനാണോ മുയൽ? ഞാനൊരു തമാശ പറഞ്ഞപ്പോ നീ അത് തിരിച്ച് എനിക്കിട്ട് തന്നെ വെച്ചോ. എന്നെ ഇതിനകത്തോട്ടൊന്ന് കയറ്റി വിട്, പിന്നെ നമുക്ക് ഫുൾ കോമഡി ആക്കാം. എന്ത് പേര് പറഞ്ഞ് നിന്നെ ഇതിനകത്ത് കയറ്റും? നീ വലിയ കോടീശ്വരനല്ലേ? അതൊന്നും സാരമില്ലെന്നേ, ഞാനൊരു പരോപകാരിയായ കോടീശ്വരനാണല്ലോ. ഒരു മാസത്തേക്ക് അങ്കിളിന്റെ പോസ്റ്റ് എനിക്ക് തന്നാൽ മാത്രം മതി. എല്ലാം ഞാൻ റെഡിയാക്കി തരാം. എന്റെ കഞ്ഞി തന്നെ പാറ്റയുടെ ഇറങ്ങിയിരിക്കാണോ? അങ്ങനെയാണെങ്കിൽ നിന്നെ ട്രാവൽ ഏജന്റ് ആക്കുന്ന കാര്യത്തില് എനിക്കൊന്നുകൂടെ ആലോചിക്കേണ്ടി വരും. സ്വാമി അങ്കിളെ, ധ്വനി പറ. എടാ, നീ പറഞ്ഞതുപോലെ ഞാൻ പ്രസന്റേഷന് വാങ്ങി SP അങ്കിളുടെ വീട്ടിലെത്തി. ഇവിടെ എങ്ങും കല്യാണം നടന്നതിന്റെ ഒരു ലക്ഷണം പോലും കാണുന്നില്ലല്ലോ. ഞാനിവിടെ വീടിന്റെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. നീ ഇതെവിടാ നിൽക്കുന്നേ? ഞാൻ ഇവിടെ ഒരു വാഴ പോലും കാണുന്നില്ല.
പിന്നെ പുറത്തൊരു കാർ മാത്രം കിടപ്പുണ്ട്. നീ ഇത് ആരുടെ വീടിന് മുമ്പിലെ വായന? ഹാ, മുഴുവൻ പറയടാ. നിന്നെയും വിശ്വസിച്ച് പ്രസന്റേഷന് വാങ്ങി ഇവിടേക്ക് വന്ന ഞാനിപ്പോ വെറും വായി നോക്കി അല്ലേ? അല്ല, അത് പിന്നെ ധ്വനി, നിനക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് തോന്നുന്നു. ആ അതെടാ, നിന്നെ കണ്ടെന്റെ അന്ന് തൊട്ട് എനിക്ക് അബദ്ധം മാത്രമേ പറ്റിയിട്ടുള്ളൂ. ഓ അയ്യോ, അതല്ല, ഈ വധൂവരന്മാര് വന്ന വീടേ ചെറുതായിട്ടൊന്നും മാറിപ്പോയി. SP അങ്കിളിന്റെ വേറൊരു വീട്ടിലേക്ക് അവര് വന്നേ. അത് നിന്നെ വിളിച്ചു പറയാൻ ഞാൻ മറന്നുപോയി. എടാ 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 വൃത്തിയിട്ടോനെ, ആര്യനെ കാണാനായിട്ട് പാർലറിൽ പോയി മേക്കപ്പ് ചെയ്തിട്ടാ ഞാൻ ഇവിടെ വന്നത്. ഇപ്പൊ തന്നെ വിയർത്തു കുളിച്ച് പകുതി മേക്കപ്പ് ഒലിച്ചു പോയി. എന്നിട്ടിപ്പോ എന്റെ ഡെസ്റ്റിനേഷൻ മാറിപ്പോയെന്നാണ് നീ പറയുന്നത്? നീ ചൂടാവാതെ, ഞാൻ നിനക്ക് പുതിയ ലൊക്കേഷൻ അയച്ചു തരാം. നീ ഒന്നുകൂടെ പാർലറിൽ പോയി പുട്ടിയിട്ട് ഒരു ഓട്ടോ പിടിച്ചു വാ. ഇനി പാർലറിൽ പോ, നീ എനിക്ക് കാശ് തരുമോ? ഏട്ടൻ തന്നത് മുഴുവൻ തീർന്നു. എങ്കിൽ പിന്നെ നീ ബാഗിൽ കൊണ്ടു നടക്കുന്ന ഈ ചാന്തും കൺവെൻഷൻ കിടിപിടിയൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും.